നമസ്കാരം കൂട്ടുകാരെ, 2011 പുറത്തിറങ്ങിയ രസകരമായ ഒരു ചലച്ചിത്രം മോണ്ടെ കാർലോ. കുറച്ച് കൂട്ടുകാർ ഒന്നുചേർന്ന് പാരീസിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ അവർ ടൂറിനെത്തുമ്പോൾ കുറെ സംഭവങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതിൽ തന്നെ ആൾമാറാട്ടം അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. രസകരമായ ഈ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥ കേൾക്കാം. കഥയെ ആരംഭിക്കുന്നത് ഗ്രേസ് എന്ന പേരിലുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ എമ്മയും അവിടെ ജോലി നോക്കുന്നുണ്ട്. ഇരുവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നാൽ കോളേജൊക്കെ കഴിഞ്ഞ് ഗ്രാജുവേഷൻ വെക്കേഷന് പാരീസിൽ ടൂറ് പോകണം എന്നതാണ്. അങ്ങനെ അവർ ജോലി ചെയ്ത് അവരുടെ പാരീസ് ഫണ്ടിലേക്ക് പണം ചേർത്തു വെച്ചുകൊണ്ടിരുന്നു. വെയിട്രസ്സായി ജോലി നോക്കുന്നതിന് കൂട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ കുറെ അവഗണനകളും കളിയാക്കലുമൊക്കെ ഇരുവർക്കും നേരിടേണ്ടി വന്നെങ്കിലും അവരതൊന്നും കാര്യമാക്കുന്നില്ല. പാരീസിലെത്തുക എന്നത് അവരുടെ അത്രമേൽ വലിയ സ്വപ്നമായിരുന്നു. അങ്ങനെ ഗ്രേസിന്റെ ഗ്രാജുവേഷൻ കഴിയുവാണ്. അവരുടെ പാരീസ് ട്രിപ്പിന്റെ കാര്യങ്ങളും ഏറെക്കുറെ ഓക്കെയായി. അന്ന് വൈകിട്ട് ഗ്രേസിന്റെ വീട്ടിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. കുടുംബം മാത്രമുള്ള പാർട്ടി. ആ സമയം ഗ്രേസിന്റെ സ്റ്റെപ്പ് ഫാദർ ഒരു കാര്യം പറഞ്ഞു. അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററായ മെക്കിനെയും പാരീസ് ടൂറിന് അവരുടെ കൂടെ കൊണ്ടുപോകണമെന്ന്. അതിന്റെ മുഴുവൻ ചെലവും അവളുടെ സ്റ്റെപ്പ് ഫാദർ നോക്കിക്കോളും. ഗ്രേസിന് ആദ്യം വല്ലായ്മ തോന്നിയെങ്കിലും എതിർക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അവരുടെ ടീമിലേക്ക് മെക്കും വന്നു ചേരുന്നു. പക്ഷെ പാരീസിന് പോകുന്നതിനു മുമ്പ് ഒരു കാര്യം കൂടി സംഭവിക്കുകയാണ്. ഗ്രേസിന്റെ കൂട്ടുകാരി എമ്മയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഓവൻ എന്നാണ് അവന്റെ പേര്. എമ്മ പാരീസിൽ പോകുന്നു എന്നറിഞ്ഞതും പോകുന്നതിനു മുമ്പ് അവളെ നാട്ടിൽ തന്നെ നിർത്തുവാൻ ഓവൻ അവളോട് മാരേജ് പ്രപ്പോസൽ ചെയ്യുകയാണ്. എമ്മയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. എമ്മ അതേറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പാരീസിൽ പോവരുത് എന്ന കാര്യം അവർക്കിടയിൽ വന്നതോടെ അതൊരു വാക്കുതർക്കത്തിലേക്കൊക്കെ കടക്കുകയാണ്. ഇരുവരും തമ്മിൽ വലിയ വാഗ്വാദമുണ്ടായി. ഒടുവിൽ കാർ വിട്ടിറങ്ങിപ്പോടി എന്നുവരെ ഓവൻ ദേഷ്യത്തിൽ പറഞ്ഞു. എമ്മയ്ക്ക് എന്തായാലും തന്റെ സ്വപ്നമായ പാരീസ് ടൂറിന് അങ്ങനെ പോവാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഗ്രേസും എമ്മയും മെക്കും കൂടി പാരീസിലേക്ക് എത്തിച്ചേരുകയാണ്. പാക്കേജ് ആണല്ലോ. ടൂർ ഗൈഡിനും മറ്റുമൊപ്പമായിരുന്നു അവർ സഞ്ചരിച്ചത്. ഒരു ഘട്ടത്തിൽ കുറെ സ്റ്റെപ്പുള്ള ഒരിടത്തിൽ കയറുമ്പോൾ എമ്മയുടെ കാലുമടങ്ങി. ഭാഗ്യത്തിന് റെയ്ലി എന്ന് പേരുള്ള മറ്റൊരു ടൂറിസ്റ്റ് അവളെ അവിടെ വെച്ച് ഹെൽപ്പ് ചെയ്തു. മെക്കിനാണെങ്കിൽ റെയ്ലിയോടൊരു താല്പര്യവും തോന്നി. എന്നിരുന്നാലും മെക്ക് വേഗത്തിൽ അവിടെ നിന്ന് ഓടിപ്പോരുകയാണ്. രാത്രിയോടെ പാക്കേജിലുള്ള റൂമിലേക്കും അവർ എത്തിച്ചേരുകയാണ്. പക്ഷെ റൂം കണ്ടതും അവരുടെ കിളിപാറി. വളരെ ചെറിയ, വിചാരിച്ച പോലെ ലക്ഷറി ഒന്നുമില്ലാത്ത ഒരു ലോഡ്ജ് പോലത്തെ റൂമായിരുന്നു അത്. അവർ ആകെ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിലും പാരീസ് കാണണമല്ലോ എന്ന് ചിന്തിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മോശം പാക്കേജിലാണ് തങ്ങൾ തലവെച്ചിരിക്കുന്നത് എന്നവർക്ക് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അടുത്ത ദിവസം അവർ റൈഫിൾ ടവർ കാണുവാൻ പോയി. കെട്ടിടത്തിന് മുകളിൽ നിന്നും റൈഫിൾ ടവർ അങ്ങനെ നോക്കിക്കാണുമ്പോ അവിടെയും റെയ്ലി എത്തിയിരുന്നു. മെക്കും റെയ്ലിയും വീണ്ടും കണ്ടുമുട്ടുന്നു. അവരിരുവരും സംസാരിച്ചു. പരസ്പരം പേരുകൾ മനസ്സിലാക്കി. ഇതേ സമയം ഗ്രേസ് ആകട്ടെ അവിടെ സീനറികൾ ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. അവളുടെ ടൂർ പാക്കേജിലുള്ള ബസ് വേഗത്തിൽ ആളുകളെയും കയറ്റി അവിടെ നിന്ന് പോകുന്നു. ഗ്രേസും കൂട്ടുകാരും ഓടി താഴെ ഇറങ്ങിയപ്പോഴേക്കും അവരുടെ ടൂർ ബസ് പോയി കഴിഞ്ഞിരുന്നു. അതോടെ ഗ്രേസിന്റെ പിടിവിട്ടു. അല്ലേലെ ഒരുപാട് നാളത്തെ സമ്പാദ്യം കൊണ്ട് ടൂറിന് വന്നത് ഇതിപ്പോ ഒക്കെയും കുളമായിക്കൊണ്ടിരിക്കുക. ഗ്രേസ് ദേഷ്യത്തിൽ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. എമ്മയും മെക്കും അവളുടെ പിന്നാലെ ചെന്നു. അവർ മൂവരും അങ്ങനെ അവരുടെ ഹോട്ടലിലേക്ക് തിരികെ പോവുകയായിരുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് പെട്ടെന്ന് മഴ പെയ്തു. മഴയത്ത് ചെറുതായി നനഞ്ഞവർ ഓടിയടുത്തുള്ള ഹോട്ടലിൽ കയറുകയാണ്. അത് വളരെ വലിയ ഒരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. ഒരു പോഷ് ഹോട്ടൽ. നനഞ്ഞിരുന്ന ഗ്രേസ് അവിടുത്തെ റെസ്റ്റ് റൂമിലേക്ക് വേഗത്തിൽ നടന്നു കയറുകയാണ്. എമ്മയും മെക്കും പിന്നാലെ ചെന്നു. ഇതേ സമയം അതേ ഹോട്ടലിന്റെ ലോബിയിൽ കോർഡീലിയ എന്ന് പേരുള്ള അല്പം അറിയപ്പെടുന്ന ഒരു വലിയ കുടുംബത്തിലെ അനന്തരാവകാശിയായിട്ടുള്ള അത്രമേൽ സമ്പന്നയായ ഒരു പെൺകുട്ടി റിസപ്ഷനിസ്റ്റിന്റെ അടുക്കൽ തന്റെ റൂം ബുക്കിംഗിന്റെ കാര്യം തിരക്കുകയായിരുന്നു. രസകരമായ കാര്യം എന്തെന്നാൽ ഈ കോർഡീലിയയെ കണ്ടാൽ ഗ്രേസിന്റെ അതേപോലെ തന്നെയാണുള്ളത്. ഇരുവരും ട്വിൻസ് ആണെന്നേ തോന്നൂ. അത്രയ്ക്കും സാമ്യമുണ്ട്. പക്ഷേ ഇരുവരും തമ്മിൽ ഒരു ബന്ധവുമൊട്ടില്ലതാനും. ഏറെ സമ്പന്നയായതിന്റെ എല്ലാ ദോഷ സ്വഭാവവും കോർഡീലിയക്കുണ്ടായിരുന്നു. ആരെയും വിലവെക്കാത്ത പരുക്കൻ സ്വഭാവമായിരുന്നു അവളുടേത്. അവിടെ ആ സമയം റൂമൊന്നുമില്ലെന്ന് പറഞ്ഞ് റിസപ്ഷനിസ്റ്റിന്റെ മറുപടി കിട്ടിയതും കോർഡീലിയ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോരുവാണ്. നേരെ
നേരെ റെസ്റ്റ് റൂമിലേക്ക് അവൾ കടന്നു ചെല്ലുന്നു. ഗ്രേസ് അപ്പോൾ ടോയ്ലറ്റിലായിരുന്നു. പുറത്തു നിന്നിരുന്ന മെക്കും എമ്മയും കോർഡീലിയെ കണ്ട് അല്പം അതിശയിക്കുന്നുണ്ട്. ഗ്രേസിനെ പോലെ തന്നെ തോന്നുന്നു. പക്ഷെ അവർക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്നതിന് മുമ്പേ കോർഡീലിയ റെസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നാലെയായിരുന്നു ഗ്രേസ് പുറത്തേക്ക് വന്നത്. ഗ്രേസിനെ കണ്ടതും അതിശയം തോന്നിയ എമ്മയും മെക്കും കൂടി അവളുടെ മുഖമൊക്കെ പിടിച്ച് ഇത് ശരിക്കും ഇവള് തന്നെയാണോ എന്നുള്ള മട്ടിൽ ഒന്നുകൂടെ നോക്കി. അവര് കാര്യം പറയാൻ നോക്കിയെങ്കിലും ഗ്രേസ് അതൊക്കെ അവഗണിച്ച് പുറത്തേക്ക് നടന്നു വന്ന ഗ്രേസിനെ പെട്ടെന്ന് മാനേജർ വന്ന് തടഞ്ഞു നിർത്തുകയാണ്. ഗ്രേസ് കോർഡീലിയയാണ് എന്ന് മാനേജർ തെറ്റിദ്ധരിച്ചിരുന്നു. ഇരുവരും തമ്മിൽ അത്രയ്ക്ക് സാമ്യമുണ്ടല്ലോ. നിലവിലിപ്പോ റൂം അറേഞ്ച് ആയിട്ടുണ്ടെന്നും ഞങ്ങളുടെ സ്പെഷ്യൽ ഡിന്നർ സ്വീകരിച്ചാലും എന്നും മാനേജർ കോർഡീലിയയോട് പറയുകയാണ്. ഗ്രേസിന് ആദ്യം മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു സംഭവിച്ചത്. പക്ഷേ നിലവിൽ അത്രയും മികച്ച ഫ്രീ ഫുഡ് കിട്ടാൻ പോകുവാണല്ലോ. അതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കാൻ ഗ്രേസ് സമ്മതിക്കുന്നു. ഡിന്നർ തന്റെ റൂമിലേക്ക് അയച്ചേക്കൂ എന്നും ഗ്രേസ് പറയുകയാണ്. കോർഡീലിയയുടെ റൂമിലേക്ക് അങ്ങനെ ഗ്രേസും സംഘവും ചെന്നെത്തുന്നു. വിശാലമായ ആ 5 സ്റ്റാർ റൂമിൽ അവർ അങ്ങ് ആസ്വദിച്ച് റെസ്റ്റ് ചെയ്യുകയാണ്. ഒപ്പം ഭക്ഷണവും കഴിച്ചു. നമ്മൾ മറ്റാരുടെയോ പേരും അവരുടെ ഐഡന്റിറ്റിയും ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യുന്നേ, ഇതൊന്നും ശരിയാവില്ല എന്ന് ഭയത്തോടെ മിക്ക് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഈ മഴ മാറിയ അങ്ങ് പോവില്ലേ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം എന്നായിരുന്നു ഗ്രേസിന്റെ അഭിപ്രായം. എമ്മയും അത് ശരിവെച്ചു. അങ്ങനെ അവർ അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ കിടക്കുവാണ്. നിർഭാഗ്യവശാൽ ക്ഷീണം കൊണ്ട് അവർ അവിടെ ഉറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് ഗ്രേസ് മുറിയിലേക്ക് വന്ന് കോൾ അറ്റൻഡ് ചെയ്തപ്പോഴായിരുന്നു അവൾ ബോധത്തിലേക്ക് വരുന്നത് തന്നെ. അവർക്ക് പോകുവാൻ പുറത്ത് കാറ് വെയിറ്റ് ചെയ്യുന്നു എന്നായിരുന്നു ലോബിയിൽ നിന്ന് പറഞ്ഞത്. ഹോട്ടൽ ബില്ലടക്കം കമ്പനിയിൽ നിന്ന് പേ ചെയ്തത്രേ. പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് ഗ്രേസിനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നിലവിലെ ആ ആൾമാറാട്ടം അങ്ങനെ തന്നെ തുടർന്നേ മതിയാകൂ എന്നുള്ളതുകൊണ്ട് കോർഡീലിയായി വേഷം കെട്ടി വീണ്ടും ഗ്രേസും കൂട്ടുകാരും പുറത്ത് വെയിറ്റ് ചെയ്യുന്ന കാറിലേക്ക് ചെല്ലുകയാണ്. അതിനോടകം ആ കാറിലേക്ക് കോർഡീലിയയുടെ വസ്തുക്കളും മറ്റും കയറ്റുകയും ചെയ്തിരുന്നു. കാറിൽ വെച്ച് അവർക്കൊരു പാക്കേജും ലഭിക്കുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരെത്തും പിടിയുമില്ല. കയ്യിലിരുന്ന പാക്കേജ് മെക്ക് പൊട്ടിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവർ പോകുന്നത് മോണ്ടെ കാർലോ എന്ന് പറയുന്ന ഇടത്തേക്കാണ്. അവിടെ വളരെ വലിയൊരു ചാരിറ്റി ഇവന്റ് നടക്കുന്നുണ്ട്. അതിന്റെ പ്രധാന അട്രാക്ഷനും ചാരിറ്റി ഇവന്റിൽ തന്റെ പ്രധാനപ്പെട്ട ഒരു നെക്ലസ് ലേലത്തിൽ വെക്കുന്നതും കോർഡീലിയയാണ്. അങ്ങോട്ടേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആൾമാറാട്ടം സംഭവിച്ചു. കുറച്ചു നാളത്തേക്ക് വരുന്ന പോലെ വരട്ടെ എന്ന് മൂവരും കരുതുകയാണ്. അങ്ങനെ വേഷമൊക്കെ മാറി കോർഡീലിയയുടെ പ്രൈവറ്റ് ജെറ്റിൽ തന്നെ അവർ മോണ്ടെ കാർലോയിലേക്ക് എത്തുന്നു. ആർക്കും ഗ്രേസ് കോർഡീലിയ അല്ലെന്ന് സംശയമേ തോന്നുന്നില്ല. ഇതിനിടയിൽ കോർഡീലിയയെ പറ്റി ആർട്ടിക്കിളും മറ്റും വായിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു. മോണ്ടെ കാർലോയിലെത്തിയ അവരെ ചാരിറ്റി ഇവന്റ് സംഘടിപ്പിച്ചിരിക്കുന്ന ഫിലാന്ത്രോപ്പിസ്റ്റും അദ്ദേഹത്തിന്റെ മകനായ തിയോയും കൂടി സ്വീകരിക്കുന്നു. പക്ഷെ തിയോയ്ക്ക് കോർഡീലിയയുടെ മേൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പൻ മട്ടിലായിരുന്നു അവൻ പെരുമാറിയിരുന്നത്. പണത്തിന്റെ ഹുങ്കുകൊണ്ട് പോയിലായിപ്പോയ ഒരു പെണ്ണാണ് കോർഡീലിയ എന്ന മുൻ അനുഭവങ്ങളിൽ നിന്ന് തിയോക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടായിരുന്നു അവന്റെ അത്തരത്തിലുള്ള പെരുമാറ്റം. തിയോ ഗ്രേസിനടുക്കൽ കോർഡീലിയെന്ന് ചിന്തിച്ച് ചാരിറ്റി ഇവന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടെന്നും അതിന് തയ്യാറാവാനും ആവശ്യപ്പെടുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കോർഡീലിയയുടെ വസ്തുക്കളും മേക്കപ്പ് സെറ്റും ഒക്കെ എത്തിച്ചേർന്നിരുന്നു. കോർഡീലിയയുടെ തന്നെ വസ്ത്രം ഉപയോഗിച്ച് മൂവരും അണിഞ്ഞൊരുങ്ങുകയാണ്. മേക്കപ്പ് ഒക്കെ ചെയ്ത് കോർഡീലിയയുടെ ബാഗിൽ നിന്ന് തന്നെയെടുത്ത് ലേലത്തിന് വെക്കേണ്ടുന്ന ആ സ്പെഷ്യൽ നെക്ലസും കഴുത്തിൽ ധരിച്ച് ഗ്രേസ് ഇറങ്ങി വരികയാണ്. അങ്ങനെ പ്രസ് കോൺഫറൻസും നടക്കുന്നു. പ്രസ് കോൺഫറൻസിൽ എല്ലാവരും ഗ്രേസിനെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ ആർക്കും തന്നെ അവൾ കോർഡീലിയല്ലെന്ന് സംശയം തോന്നുന്നേയില്ല. കാര്യം കോർഡീലിയയുടെ നെക്ലസും വസ്തുക്കളുമൊക്കെ അവൾ ധരിച്ചിരിക്കുകയാണല്ലോ. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞതും എന്താണ് എല്ലാവരും തന്നെ തുറച്ചു നോക്കുന്നത് എന്ന് കോർഡീലിയ തിയോയോട് ചോദിക്കുവാണ്. ഉടൻ തിയോ ആ നെക്ലസിന്റെ കാര്യം പറഞ്ഞു. എല്ലാവരും കൂടുതലും നോക്കുന്നത് നീ ധരിച്ചിരിക്കുന്ന നെക്ലസ് ആണ്. വരുന്ന ഓപ്ഷനിൽ അത് വെക്കാൻ പോകുവാണല്ലോ. അത് അത്രമേൽ വിലപിടിപ്പുള്ള ഒരു നെക്ലസ് ആണ്. ഇതേസമയം എമ്മയ്ക്ക് ഫോൺ കോൾ വരികയാണ്. നാട്ടിൽ നിന്നും കാമുകൻ നോവനാണ് വിളിക്കുന്നത്. അന്ന് അവളോട് ദേഷ്യപ്പെട്ടതൊക്കെ മോശമായി പോയെന്നും തന്നോട് ക്ഷമിക്കണമെന്ന് പറയാനുമാണ് അവൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എമ്മ ഫോൺ ഹോട്ടലിൽ വെച്ച് പോയതിനാൽ അവളെ കോണ്ടാക്ട് ചെയ്തിട്ട് അവന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പാരീസിലേക്ക് നേരെ പുറപ്പെട്ടു പോവാൻ തീരുമാനിക്കുകയാണ്. അവിടെ ചെന്ന് നേരിട്ട് അവളോട് ക്ഷമ ചോദിക്കാമല്ലോ. വൈകാതെ അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. പാർട്ടിയിൽ യഥാർത്ഥ കോർഡീലിയയുടെ ആന്റി അലീസയും പങ്കെടുക്കുന്നുണ്ട്. ഗ്രേസ് എന്ന് അലീസിയയെ കാണുകയാണ്. ഗ്രേസിന്റെ പെരുമാറ്റത്തിൽ അലീസിയയ്ക്ക് ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അലീസിയയും വിദഗ്ധമായി ഗ്രേസ് കബളിപ്പിച്ചു. അടുത്ത ദിവസം മൂവരും ബീച്ച് സൈഡിൽ ചൂടുകാന് കിടക്കുമ്പോ എമ്മ മെക്കിനെ ടീസ് ചെയ്തു. മെക്കിന് അതത്രയ്ക്കങ്ങ് സഹിച്ചില്ല. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. പുറത്തേക്ക് പോന്ന
വന്ന മെക്കാകട്ടെ വഴിയിൽ വെച്ച് റെയ്ലിയെ കണ്ടുമുട്ടുന്നു. പാരീസിൽ നിന്നും ചുറ്റിക്കറങ്ങി അവിടെ എത്തിച്ചേർന്നതായിരുന്നു റെയ്ലി. ആദ്യമേ പരസ്പരം അട്രാക്ഷൻ തോന്നിയിരുന്നവരാണല്ലോ. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഇരുവരും കൂടുതൽ അടുക്കുന്നു. അടുത്ത ദിവസം താൻ ഇറ്റലിയിലേക്ക് പോവുകയാണ് എന്ന് റെയ്ലി മെക്കിനോട് പറയുന്നുണ്ട്. അവൾക്കൊപ്പം കുറച്ച് ക്വാളിറ്റി സമയം ചിലവിടാൻ ആഗ്രഹിക്കുന്നു എന്നുമുള്ള ആശയവും അവൻ മുമ്പോട്ട് വെക്കുന്നു. മെക്കിനും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിരുവരും ചുറ്റിക്കറങ്ങാനായി പോകുവാണ്. മറുവശത്ത് തിയോ ആകട്ടെ ഗ്രേസിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു പോളോ മാച്ച് തിയോയുടെ അച്ഛൻ സംഘടിപ്പിച്ചിരുന്നു. കോർഡീലിയ പോളോ ഇഷ്ടപ്പെട്ട് കളിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഗ്രേസിനുണ്ടോ പോളോ അറിയുന്നു. അവൾ പോളോ കളിക്കുവാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഗ്രേസിന്റെ ആന്റി ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ആന്റി അലീസിയയ്ക്ക് കൂടുതൽ സംശയങ്ങൾ തോന്നുവാണ്. ഉടനടി അലീസിയ കോർഡീലിയക്ക് ഫോൺ ചെയ്തു. വിചാരിച്ച പോലെ മറുവശത്ത് കോർഡീലിയ കോൾ അറ്റൻഡ് ചെയ്യുന്നു. താൻ നാട്ടിലില്ലെന്നും കുറച്ച് പേഴ്സണൽ ആവശ്യത്തിന് പുറത്തു വന്നതാണെന്നും കോർഡീലിയ പറയുകയാണ്. കോർഡീലിയക്ക് പൊതുവെ ഈ ചാരിറ്റി ഇവന്റ്സിലും ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ആരോടും പറയാതെ മുങ്ങിയതായിരുന്നു. കോർഡീലിയ തന്നെ ഗ്രേസിനെ ഇതിനൊക്കെ നിയോഗിച്ചതാണോ എന്നാദ്യം അലീസിയ സംശയിക്കുന്നുണ്ട്. പോളോ മാച്ച് കഴിഞ്ഞതും കോർഡീലിയയുടെ ആന്റിയായ അലീസിയ നേരെ ഗ്രേസിന്റെ മുമ്പിലേക്ക് ചെന്നു. അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റിയെ പറ്റി ചോദിച്ചു. താൻ പിടിക്കപ്പെടുകയാണ് എന്നറിഞ്ഞതും ഗ്രേസ് നടന്ന സത്യങ്ങൾ അത്രയും അലീസിയയോട് തുറന്നു പറയുകയാണ്. സാഹചര്യവശാൽ അവിടം വരെ എത്തിപ്പെട്ടതാണെന്നും അവൾ വ്യക്തമാക്കുന്നു. ഒക്കെ കേട്ടതും പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞ അലീസിയ വിരട്ടുകയാണ്. പക്ഷേ ഗ്രേസ് പറഞ്ഞു, ഞങ്ങൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ ചാരിറ്റി ഇവന്റ് കഴിഞ്ഞ പോവാനാ പദ്ധതിയിട്ടിരുന്നതും ചാരിറ്റി ഇവന്റ് ആയതുകൊണ്ട് മാത്രമാ നിന്നത്. ഈ ചാരിറ്റി ഇവന്റ് കുളമാക്കേണ്ട കാര്യമില്ലല്ലോ. ആന്റി അലീസിയക്കും ചാരിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യമുള്ള സംഗതിയാണ്. ആലോചിച്ചപ്പോ ഗ്രേസ് പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നിയ അലീസിയ അതിനവളെ അനുവദിക്കുന്നു. ഇതേ സമയം തിയോയും ഗ്രേസും തമ്മിൽ അടുപ്പവും രൂപപ്പെടുന്നുണ്ടായിരുന്നു. കോർഡീലിയെ പോലെ ഒരു മോശം സ്വഭാവമായിരുന്നില്ലല്ലോ ഗ്രേസിന്റേത്. അതായിരുന്നു തിയോയെ അവളോട് അടുപ്പിച്ചതും. പക്ഷെ അപ്പോഴും അത് കോർഡീലിയ തന്നെയാണ് എന്നായിരുന്നു അവൻ വിശ്വസിച്ചിരുന്നത്. അവളോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്ന തിയോ ഒരിക്കൽ അവളെ തന്റെ ഫേവറേറ്റ് ഇടത്തേക്ക് കൊണ്ടുപോവുകയാണ്. മറുവശത്ത് എമ്മയാകട്ടെ തിയോ പരിചയപ്പെടുത്തി കൊടുത്ത് തിയോയുടെ കൂട്ടുകാരൻ ഡാനിനൊപ്പം പുറത്തു പോവുകയായിരുന്നു. കോർഡീലിയയുടെ ലേലത്തിന് വെക്കാനുള്ള വിലപിടിപ്പുള്ള നെക്ലസും അണിഞ്ഞൊരുങ്ങി വന്നേ അവൾ ധരിച്ചിരുന്നു. അങ്ങനെ ഡാനിനൊപ്പം കാറിലമ്മ പോവുകയാണ്. വഴിയിലൊരു സിഗ്നലിൽ വെച്ച് അവളും റെയിലിക്കൊപ്പം സഞ്ചരിക്കുന്ന മിക്കും കണ്ടുമുട്ടുന്നു. ശേഷം ഒരിടത്തെത്തിയ അവർ പരസ്പരം സംസാരിക്കുകയാണ്. പഴയ കളിയാക്കലും തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് ഇരുവരും ഹക്ക് ചെയ്യുന്നു. അപ്പോഴാണ് എമ്മ ധരിച്ചിരിക്കുന്ന നെക്ലസ് മെക്ക് ശ്രദ്ധിക്കുന്നത്. അത് ഓപ്ഷന് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് സേഫ് ആയിരിക്കണം എന്ന് പറഞ്ഞു മെക്ക് എമ്മയുടെ അടുത്ത് നിന്നത് ചോദിച്ചു വാങ്ങുന്നു. എമ്മയും മെക്കിനത് കൊടുക്കുകയാണ്. മെക്ക നെക്ലസ് നേരെ കൊണ്ടുവന്ന് റെയിലിയുടെ അടുത്തു നിന്നും പോരുമ്പോൾ ബാഗിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് കരുതി റെയിലിയുടെ ബാഗിൽ വെക്കുകയാണ്. ഇതേ സമയം ഗ്രേസും തിയോയും ആകട്ടെ തിയോയുടെ ഫേവറേറ്റ് എടുത്തു ചെന്നിരുന്ന് ഫയർ വർക്ക്സും മറ്റും ആസ്വദിച്ച് പരസ്പരം സംസാരിക്കുകയായിരുന്നു. ഇരുവർക്കും പരസ്പരം ഫീലിംഗ്സ് ഉണ്ടെന്ന് അവരുടെ സംസാരത്തിൽ വ്യക്തമാകുന്നുണ്ട്. എന്നിരുന്നാലും ഇരുവരും അത് തുറന്നു പറഞ്ഞിരുന്നില്ല. മെക്കും റെയിലിയും ഒരു നൈറ്റ് ക്ലബിൽ പോയി അവിടെ സന്തോഷത്തോടെ ഒരുപാട് സമയം ചിലവഴിച്ചു. അടുത്ത പുലർച്ചെ പാരീസിലേക്ക് എത്തിച്ചേർന്ന ഓവൻ ഗ്രേസിന്റെയും എമ്മയുടെയും മെക്കിന്റെയും ഫോട്ടോ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കാണുകയാണ്. അവർ പാരീസിലില്ലെന്ന് അതിനോടകം മനസ്സിലാക്കിയിരുന്ന അവൻ അവർ മോണ്ടിക്കാർലോയിലാണുള്ളത് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് വെച്ചുപിടിക്കുന്നു. പിറ്റേന്ന് പുലർച്ചെ റെയിലി മെക്കിനെ ഹോട്ടൽ റൂമിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്തു. പിരിയുന്നതിനു മുമ്പ് അവർ പരസ്പരം ഗാഢമായി ചുംബിച്ചു. റൂമിലെത്തുമ്പോൾ ഗ്രേസും എമ്മയും അവിടെയുണ്ട്. പത്രത്തിൽ വന്ന ഫോട്ടോ അവർ കണ്ടിരുന്നു. വാർത്തകൾ വായിക്കുകയായിരുന്നു അവർ. ന്യൂസ് വായിച്ച ഗ്രേസ് കോർഡീലിയയുടെ ആ നെക്ലസിന് മില്യൺസ് വിലയുണ്ട് എന്ന് അവിടെ വെച്ച് പറയുകയാണ്. അപ്പോഴാണ് നെക്ലസിന്റെ കാര്യം മെക്കിന്റെയും ശ്രദ്ധയിലേക്ക് വരുന്നത്. റെയിലിയുടെ ബാഗിൽ നിന്നും അവൾ അത് എടുത്തിരുന്നില്ല. റെയിലി പോയോ എന്ന് വേഗത്തിൽ അവൾ ഓടിയിറങ്ങി ബാൽക്കണിയിൽ ചെന്ന് നോക്കി. അവനവിടെ ഉണ്ടായിരുന്നില്ല. അതോടെ നടന്നതൊക്കെയും തന്റെ രണ്ട് കൂട്ടുകാരോടും അവൾ പറയുകയാണ്. അവരാകെ പ്രതിസന്ധിയിലായി. ലേലത്തിന് വെക്കേണ്ടെന്ന് ഏറെ വിലപിടിപ്പുള്ള നെക്ലസാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. റെയിലിയാണെങ്കിൽ ഇന്ന് ഇറ്റലിയിലേക്ക് പോവുകയും ചെയ്യും. അവർ സംസാരിച്ചു നിൽക്കെ കോർഡീലിയ ഹോട്ടലിന്റെ താഴെ വന്നിറങ്ങുന്നത് അവർ കാണുന്നു. അതോടെ ഭയന്ന 3 പേരും വേഗത്തിൽ റൂം അറേഞ്ച് ചെയ്ത് കോർഡീലിയയുടെ പേരിലുള്ള ആ റൂമിൽ നിന്ന് പുറത്തു ചാടാൻ നോക്കുകയാണ്. തന്റെ റൂമിലേക്ക് കയറിപ്പോവുകയായിരുന്ന കോർഡീലിയ വഴിയിൽ വെച്ച് തിയോയെ കാണുന്നുണ്ട്. അവളെ കണ്ടതും തിയോ അവളെ ചുംബിച്ചു. ശേഷം ഗുഡ് മോർണിംഗ് പറഞ്ഞു. കോർഡീലിയക്ക് അതൊരു ഞെട്ടലായിരുന്നു. ദേഷ്യത്തിൽ അവൾ തിയോയുടെ കരണം പുകച്ചു. പാവം തിയോ ഗ്രേസ് ആണെന്ന് കരുതിയായിരുന്നു കോർഡീലിയയോട് അത് ചെയ്തതുപോലും. ഹോട്ടലിൽ നിന്നും ഒരു തരത്തിൽ രക്ഷപ്പെട്ടിറങ്ങിയ അവർ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിലിയെ നോക്കി പോവുകയാണ്. പക്ഷെ അപ്പോഴേക്കും
ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. അവരാകെ നിരാശരായി. ഇനി എന്തു ചെയ്യും? മോഷണ കുറ്റവും തലയിൽ വരുമല്ലോ എന്ന ഭീതി അവരെ വേട്ടയാടി. മുമ്പിൽ മറ്റു വഴികളിൽ നിന്ന് കണ്ടതും കോർഡീലിയയെ നേരിൽ കണ്ട് നടന്നത് അത്രയും വിശദമായി പറയുവാൻ ഗ്രേസും കൂട്ടുകാരും തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ നേരെ ഹോട്ടൽ റൂമിലേക്ക് പോയി. ഇതേ സമയം കോർഡീലിയ പത്രത്തിൽ വന്ന ആ വാർത്ത കണ്ടിരുന്നു. ഗ്രേസ് നെക്ലസും ധരിച്ചു നിൽക്കുന്ന കണ്ടതും കോർഡീലിയ ഷോക്കായി. ഉടൻ അവൾ ആ നെക്ലസ് തിരഞ്ഞു. അതവിടെ കാണുന്നുണ്ടായിരുന്നില്ല. കോർഡീലിയ വല്ലാതെ പാനിക്കായി. ദേഷ്യം കൊണ്ട് അവൾ അലറി വിളിച്ചു. ഇതേ സമയം റെയ്ലി ഹോട്ടൽ റിസപ്ഷനിലേക്ക് വന്നെത്തിയിരുന്നു. നെക്ലസ് കണ്ടുകെട്ടിയിരുന്ന അവൻ അത് തിരികെ മെക്കിന് കൊടുക്കാനായിട്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നു ചേർന്നത്. ഇതേ സമയം റിസപ്ഷനിസ്റ്റിന് കോർഡീലിയയുടെ ഫോൺ വന്നുകൊണ്ടിരുന്നു. മോഷണത്തെപ്പറ്റി പറഞ്ഞ് പോലീസിനെ വിളിക്കാൻ കോർഡീലിയ ആവശ്യപ്പെടുകയായിരുന്നു. റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിലാകട്ടെ നെക്ലസുമായി റെയ്ലി കാത്തു നിൽക്കുന്നു. റിസപ്ഷനിസ്റ്റ് കോർഡീലിയയോട് ഹോട്ടലിന്റെ പേര് കളയരുതെന്നും സോൾവ് ചെയ്യാമെന്നും ഒക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുവാണ്. കുറെ നേരമായിട്ടും റിസപ്ഷനിസ്റ്റിന്റെ മറുപടി കിട്ടാതെ വന്നതോടെ റെയ്ലി സ്വയം കോർഡീലിയയുടെ മുറി അന്വേഷിച്ചു പോകുന്നു. പിന്നാലെയായിരുന്നു ഗ്രേസും കൂട്ടുകാരും അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. അവരെ കണ്ട റിസപ്ഷനിസ്റ്റ് കോർഡീലിയയാണ് ഗ്രേസ് എന്ന് തെറ്റിദ്ധരിച്ച് ഗ്രേസിനടുത്തു ചെന്നു. ആവശ്യമുള്ള സെക്യൂരിറ്റി അസിസ്റ്റൻസ് ഒക്കെ തങ്ങൾ തരാം എന്നയാൾ പറയുകയാണ്. പക്ഷെ മനസ്സിലാവാതെ അയാളെ അവഗണിച്ച് അവർ മുമ്പോട്ട് പോകുന്നു. പോകുമ്പോ തിയോയെ കണ്ടു. ഓപ്ഷന് തയ്യാറായില്ലേ എന്ന് തിയോ ചോദിക്കുവാണ്. അന്നായിരുന്നു ലേലം നടക്കാനിരുന്നത്. റൂമിലേക്ക് പോകുന്നതിനു മുമ്പ് ഗ്രേസ് തിയോയെ ചുംബിക്കുകയും പിന്നെ കാണാമെന്ന് പറയുന്നുമുണ്ട്. തിയോ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയി. നേരത്തെ അവൾ തന്നെ അടിച്ചു, ഇപ്പോഴേ ചുംബിക്കുന്നു. ഇതെന്തായി നടക്കുന്നത്? എന്തായാലും ഗ്രേസും മെക്കും എമ്മയും കൂടി കോർഡീലിയയുടെ മുറിയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അവിടെയതാ റെയ്ലി വന്നു നിൽക്കുന്നു. അവന്റെ കയ്യിൽ നെക്ലസുമുണ്ട്. മെക്ക് ഓടിച്ചെന്ന് നെക്ലസ് വാങ്ങി അവനെ കെട്ടിപ്പിടിച്ച് അത് തിരികെ കൊണ്ടുവന്നതിന് നന്ദി പറഞ്ഞു. മറുവശത്ത് ഓവനും അതേ ഹോട്ടൽ റിസപ്ഷനിലേക്ക് എത്തിയിരുന്നു. ഓവൻ എമ്മയുടെ റൂം നമ്പർ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചോദിക്കുവാണ്. അപ്പോഴേക്കും കോർഡീലിയ വിളിച്ചിട്ട് പോലീസും എത്തിച്ചേർന്നിരുന്നു. എല്ലാം ഏറ്റുപറഞ്ഞ് നെക്ലസ് കോർഡീലിയക്ക് തിരിച്ചു കൊടുക്കാൻ ഗ്രേസും കൂട്ടരും തീരുമാനിച്ചു. അവർ കോർഡീലിയയുടെ വാതിലിൽ മുട്ടുകയാണ്. നെക്ലസ് തിരിച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യുവാൻ അവർ ശ്രമിച്ചെങ്കിലും കോർഡീലിയ ഒന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. ചാരിറ്റി ഓപ്ഷനിലൊന്നും താൻ പങ്കെടുക്കില്ലെന്നും നിങ്ങളെ ജയിലിലാക്കും എന്നുമൊക്കെ അഹങ്കാരത്തോടെ കോർഡീലിയ പറയുകയാണ്. ഗ്രേസിനെയും മറ്റുള്ളവരെയും അത് സങ്കടത്തിലാക്കുന്നുണ്ട്. കാരണം ആ ചാരിറ്റി ഇവന്റിന് വേണ്ടിയിട്ടാണ് അവർ കുറെയൊക്കെ കഷ്ടപ്പെട്ടത്. വൈകാതെ പോലീസും എത്തുന്നു. അതോടെ ഭയക്കുകയും ചെയ്ത ഗേൾസ് ആകട്ടെ കോർഡീലിയയെ ബന്ദിയാക്കി. പോലീസിന് മുമ്പിലേക്ക് ഗ്രേസ് കോർഡീലിയായി ചെല്ലുകയും കാര്യങ്ങളൊക്കെ സോൾവ് ആക്കുകയും ചെയ്തു. പിന്നാലെ അണിഞ്ഞൊരുങ്ങി നെക്ലസുമായി വന്ന ഗ്രേസ് കോർഡീലിയയായിട്ട് ലേലം നടക്കുന്നിടത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ ലോബിയിൽ കാത്തിരിക്കുന്ന ഓവനെയും റെയ്ലിയെയും അവൾ കാണുന്നുണ്ട്. താഴേക്ക് വന്ന മെഗ് റെയ്ലിയും ഓവനുമായി സംസാരിക്കുന്നു. അബദ്ധത്തിൽ അവൾ കോർഡീലിയയുള്ള റൂം നമ്പറും പറഞ്ഞു പോവുകയാണ്. അവിടെ കോർഡീലിയയെ ബന്ദിയാക്കി എമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓവൻ വേഗത്തിൽ ആ റൂമിലേക്ക് ചെന്നു. വാതിൽ തുറന്നത് എമ്മയായിരുന്നു. എമ്മയെ കണ്ട് ഓവൻ പഴയ തെറ്റിന് ക്ഷമ ചോദിച്ച് അവളുമായി വീണ്ടും ഒന്നിക്കുകയാണ്. ഇതേ സമയം കോർഡീലിയയെ കാണാതിരിക്കുവാൻ അവൾ ആ റൂമിന്റെ വാതിലടയ്ക്കുന്നുമുണ്ട്. തനിച്ചായ കോർഡീലിയ ആ അവസരം ഉപയോഗപ്പെടുത്തി കെട്ടിവെച്ചിരുന്ന അവൾ തന്റെ കെട്ടുകളൊക്കെ പൊട്ടിച്ച് സ്വതന്ത്രയാവുകയാണ്. ശേഷം അവൾ നേരെ ചാരിറ്റി ഓപ്ഷൻ നടക്കുന്നിടത്തേക്ക് ഓടിച്ചെന്നു. ഇതേ സമയം കോർഡീലിയയായി വേദിയിൽ നിൽക്കുന്ന ഗ്രേസിന് വല്ലാതെ ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു. മെക്ക് അവളുടെ അടുത്തേക്ക് ഒരു സപ്പോർട്ടിന് ചെന്നു. കളവ് പറയുന്നതിനേക്കാൾ നല്ലത് സത്യസന്ധമായി കാര്യങ്ങൾ വിശദീകരിക്കലാണ് എന്ന ആ നിമിഷം ഗ്രേസ് തിരിച്ചറിയുകയാണ്. പൂർണ്ണ ധൈര്യത്തോടെ മെക്കിന്റെ അനുവാദത്തോടെ ഗ്രേസ് അവിടെ വെച്ച് അവിടെ ഓപ്ഷനിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ വലിയ അതിഥികൾക്കും മുമ്പിൽ അത്രയും നാൾ നടന്ന കാര്യങ്ങൾ വിശദമായി തുറന്നു പറയുന്നു. അവിടുണ്ടായിരുന്ന ഓഡിയൻസ് അത്രയും അത് കേട്ട് ഞെട്ടിയിരുന്നു. ഇതേ സമയം കോർഡീലിയയും അങ്ങോട്ടേക്ക് എത്തുകയാണ്. ദേഷ്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ അവൾ പോലീസിനോട് അലറി വിളിച്ചു. തന്റെ നെക്ലസ് അവരാണ് മോഷ്ടിച്ചത് എന്നും കോർഡീലിയ പറയുന്നുണ്ട്. തിയോയും അത് കേട്ട് ഞെട്ടിയിരുന്നു. തിയോ ആ റൂം വിട്ട് പുറത്തേക്ക് പോയി. അവിടുണ്ടായിരുന്ന ആൻഡ് അലീസിയ മുമ്പോട്ട് വരികയാണ്. ആ നെക്ലസിന് 6 മില്യൺ ലേലം വിളിക്കുന്നു. അത്രയും ഉയർന്ന തുക ലേലത്തിൽ വരുന്നതോടെ ലേലം ഉറപ്പിക്കപ്പെടുകയാണ്. കോർഡീലിയക്കും അതിൽ എതിർപ്പുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ആൾമാറാട്ടത്തിന് അവളെ അറസ്റ്റ് ചെയ്യണം, നെക്ലസ് മോഷ്ടിച്ചതിനെ അറസ്റ്റ് ചെയ്യണം എന്ന് കോർഡീലിയ ആവശ്യപ്പെടുന്നു. ഇൻസ്പെക്ടർ കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു. നെക്ലസ് ഇപ്പോൾ കോർഡീലിയക്ക് സ്വന്തമല്ല, അത് വിറ്റുകഴിഞ്ഞു. വാങ്ങിച്ച വ്യക്തിക്ക് പരാതികളില്ല. മാത്രമല്ല നെക്ലസ് മോഷ്ടിച്ചു എന്ന് പറയുവാൻ മോഷണം പോയതായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുമില്ല. ലേലത്തിന് വരേണ്ടുന്ന നെക്ലസ് ലേലത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ആൾമാറാട്ടം അത് പ്രൂവ് ചെയ്യാൻ പൂർണ്ണമായ എവിഡൻസുകൾ ഒന്നും തന്നെ അവിടെ അപ്പോൾ ലഭ്യമായിരുന്നുമില്ല. കോർഡീലിയ അപ്സെറ്റ് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ നിന്ന് പോകുവാണ്. കൃത്യമായി പറഞ്ഞാൽ
ആൻഡ് അലീസിയയുടെ ഒരു കൈ അതിലുണ്ടായിരുന്നു. ഗ്രേസിന്റെ നല്ല മനസ്സ് കാരണം അവളെ രക്ഷിക്കാൻ ആൻഡ് അലീസിയ ശ്രമിച്ചതുമായിരുന്നു. അങ്ങനെ ചാരിറ്റി ഇവന്റ് ഭംഗിയായി നടന്നു. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതും മെക്ക് കുറച്ചു നാളത്തേക്ക് റെയിലിക്കൊപ്പം ഇറ്റലിയിലേക്ക് പോവാൻ തീരുമാനിക്കുന്നു. എമ്മ ഓവനൊപ്പം തിരികെ പോയി. ഗ്രേസ് തനിച്ച് മടങ്ങിപ്പോവാൻ ഒരുങ്ങുകയായിരുന്നു. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം മെക്കും റെയിലയും സന്തോഷത്തോടെ ലോകം ചുറ്റിക്കണ്ട് അവരുടെ ജീവിതം തുടർന്നു. ഓവനും എമ്മയും ലിവിംഗ് റിലേഷൻ ആരംഭിച്ചു. ഗ്രേസ് ആകട്ടെ ഒരു സ്കൂളിൽ വോളണ്ടിയറായി വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചാരിറ്റി ഇവന്റിന് തിയോയും വന്നെത്തുകയാണ്. തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഗ്രേസ് പോകുന്നത് തിയോ നോക്കിക്കണ്ടു. ഗ്രേസിനെ വീണ്ടും കണ്ട തിയോ അവളുടെ പിന്നാലെ ഓടിച്ചെന്ന് വിസിലടിച്ച് അവളെ വിളിച്ചു നിർത്തി. പരസ്പരം കണ്ടുമുട്ടിയവർ സംസാരിക്കാൻ തുടങ്ങി. ഗ്രേസ് തന്നെ യഥാർത്ഥ ഐഡന്റിറ്റിയിൽ തിയോക്ക് പരിചയപ്പെടുത്തി. പുഞ്ചിരിക്കുന്ന ഇരുവരുടെയും മുഖത്തോടെ അവർ ഒന്നുചേരുമെന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.